എല്ലാവർക്കും ഒരിക്കൽ കൂടി മൈൻഡ് മാജിക് എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു വെച്ചത് ജീവിതത്തിൻ്റെ യൂസർ മാനുവൽ എന്താണ്, എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി അതിനെ വേണ്ട വിധത്തിൽ ഉപയോഗിച്ച് എങ്ങനെയാണ് ജീവിതത്തിൽ ജീവിത വിജയം കൈവരിക്കുക എന്നുള്ളതിനെ പറ്റിയായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴുള്ള എല്ലാ പ്രശ്നങ്ങളും, പ്രതിസന്ധികളും, ദുരിതങ്ങളും, ദുഃഖങ്ങളും എല്ലാം മാറ്റി സന്തോഷവും ശാന്തിയും സമാധാനവും സമൃദ്ധിയും നിറഞ്ഞ ഒരു പുതിയ ജീവിതം നമ്മൾക്ക് എങ്ങനെ നമ്മളുടെ ജീവിതത്തിലെ നമ്മുടെ കയ്യിൽ തന്നെയുള്ള യൂസർ മാനുവൽ മനസ്സിലാക്കി എങ്ങനെ ജീവിത വിജയത്തിലേക്ക് ഉയരാം എന്നുള്ള ചിന്ത മുന്നോട്ട് വെച്ചുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോ അവസാനിപ്പിച്ചത്. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ തുടർച്ചയായ ഭാഗങ്ങളാണ്. അതായത് എങ്ങനെ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തെ കൂടുതൽ മെച്ചപ്പെട്ടതാക്കാം, പ്രശ്നരഹിതമാക്കാം എന്നുള്ളതാണ്. അതിനുള്ള ഒറ്റ ഉത്തരവേ ഉള്ളൂ. നമ്മുടെ ജീവിത വിജയം നിശ്ചയിക്കുന്നത് നമ്മുടെ തന്നെ മനസ്സാണ്. തെറ്റിദ്ധരിക്കണ്ട, ടെൻഷൻ അടിക്കണ്ട. എന്താണ് ഇയാളിത് വിളിച്ചു പോകുന്നത് എന്ന് ചിന്തിച്ച് ടെൻഷൻ അടിക്കണ്ട. ശ്രദ്ധിച്ച് കേട്ടോളൂ. നമ്മളുടെ തന്നെ മനസ്സും ചിന്തകളും ആ ചിന്തകളിൽ നിന്ന് ഉടലെടുക്കുന്ന പ്രവൃത്തികളുമാണ് നമ്മുടെ തുടർന്ന് അങ്ങോട്ടുള്ള ജീവിതം എന്തായി തീരണമെന്ന് നിശ്ചയിക്കുന്നത്. ജീവിത വിജയം എന്തായി തീരണമെന്ന് നിശ്ചയിക്കുന്നത്. ജീവിതം വിജയകരമായിരിക്കണമോ, ദുരിതപൂർണമായിരിക്കണമോ, കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരിക്കണമോ, സന്തോഷം നിറഞ്ഞതായിരിക്കണമോ എന്നൊക്കെ നിശ്ചയിക്കുന്നത് സംശയലേശമന്യേ പറയാം നമ്മുടെ മനസ്സാണ്. എന്നാൽ ഈ മനസ്സെന്ന് പറയുന്നത് ഭയങ്കര സങ്കീർണമാണ് കേട്ടോ. ശാസ്ത്രം ഇത്രയൊക്കെ പുരോഗമിച്ചെങ്കിലും നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളെപ്പറ്റി നമുക്കറിയാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു എൻ്റെ ഓർമ്മ. എല്ലാ അവയവങ്ങളെപ്പറ്റി നമുക്കറിയാം. എവിടെ ഇരിക്കുന്നു, എന്താണ് അതിൻ്റെ ഫങ്ഷൻ, ഏത് രീതിയിലാണ്, അതിനെന്തൊക്കെ പിടിപെടാം, എങ്ങനെ അത് മാറ്റാം, എല്ലാ കാര്യങ്ങളും അറിയാം. പക്ഷെ നമ്മുടെ മനസ്സ് എന്ന് പറയുന്ന സാധനം നമ്മുടെ ശരീരത്തിൻ്റെ ഏതു ഭാഗത്താണ് ഇരിക്കുന്നത്? എന്താണ് അതിൻ്റെ പ്രവർത്തനം? എന്താണ് അതിൻ്റെ രീതി? ശാസ്ത്രലോകം ഇന്നും തലകുനിച്ച് നിൽക്കുന്നത് ഈ ഒറ്റ വിഷയത്തിലാണ്. എന്താണ് നമ്മുടെ മനസ്സ്, അതിൻ്റെ പ്രവർത്തന രീതി, അതിൻ്റെ ശക്തി എന്നുള്ള കാര്യത്തിൽ മാത്രമാണ്. മനസ്സിൻ്റെ രൂപം എന്താണെന്ന് ആർക്കും അറിയില്ല. എന്താണ് രൂപം എന്നറിയില്ല. ബാക്കി നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളുടെ എല്ലാത്തിൻ്റെ രൂപവും കാര്യങ്ങളും നമുക്കറിയാം. പക്ഷേ മനസ്സിൻ്റെ രൂപം എന്താണെന്നോ ഭാവം എന്താണെന്നോ എവിടെ സ്ഥിതി ചെയ്യുന്നു നമുക്കറിയില്ല. ഇന്നേ വരെ ഒരു ശാസ്ത്രജ്ഞനോ ഒരു ശാസ്ത്ര ശാഖയ്ക്കോ അത് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചിട്ടുമില്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അങ്ങനെ ഒന്നുണ്ട്, സത്യമാണല്ലോ അല്ലേ? നമ്മൾ പറയാറില്ലേ, എൻ്റെ മനസ്സിന് ഇന്നൊരു സുഖമില്ല, ഇന്ന് എന്തോ ഒരു ടെൻഷനാണ്, ഇന്ന് ഒരു മൂഡില്ല അല്ലേ? സത്യമല്ലേ? അപ്പം ആ മൂഡില്ലാഴിക, എന്തോ ടെൻഷൻ, ഇതൊക്കെ വരുന്നത് മനസ്സ് എന്ന് പറയുന്ന ഒരു സാധനത്തിലാണ്. അത് അംഗീകരിച്ചല്ലേ പറ്റൂ. മനസ്സ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. പക്ഷേ അതെവിടെ, എങ്ങനെ, എന്ത് രൂപം, എന്ത് കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. ശരി, നമ്മളിപ്പോൾ അത്തരം സങ്കീർണതയിലേക്കൊന്നും പോകണ്ട. എല്ലാവരും കേൾക്കുന്ന ആളുകളൊക്കെ കുറേയൊക്കെ കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ട്. ഇയാളിത് എങ്ങോട്ടേക്കാണ് പറഞ്ഞുകൊണ്ട് പോകുന്നത് എന്നൊക്കെ കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു. ഒരു ടെൻഷനും വേണ്ട, അതെല്ലാം മറന്നേക്കുക. മനസ്സെന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. റൈറ്റ്? ശരിയോ തെറ്റോ? ഞാൻ പറഞ്ഞത് മനസ്സുണ്ടല്ലോ, ഒരു സാധനമുണ്ട്. കറക്റ്റാണത്. നമ്മുടെ ശരീരം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ്, അറിയാമല്ലോ.
ആകാശം, ഭൂമി, വായു, ജലം, അഗ്നി, പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ നമ്മുടെ ശരീരത്തിൻ്റെ സ്ഥൂല ശരീരം, ആ സ്ഥൂല ശരീരത്തിൻ്റെ ഒരു സൂക്ഷ്മ അവസ്ഥ, അതാണ് നമ്മുടെ മനസ്സ് എന്ന് മാത്രം ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. അത്രേ ഉള്ളൂ. അതിൻ്റെ നമ്മൾ ചിന്തിച്ച് ഒരുപാട് കാട് കയറേണ്ടതില്ല. ഓക്കെ, വീണ്ടും ഞാൻ പറയുന്നു, ഇതൊക്കെ കേൾക്കുമ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡായി തോന്നേണ്ടതില്ല. വളരെ നിസ്സാരമാണ്. നമ്മുടെ മനസ്സാണ് നമ്മൾ എന്തായി തീരണമെന്ന് ചിന്തിക്കുന്നത്, തീരുമാനിക്കുന്നത്, നമ്മൾ എങ്ങനെയായി തീരുമാനിക്കുന്നത് എന്ന് മാത്രം മനസ്സിലാക്കുക. നമ്മൾ നല്ലതായി വരണമോ മോശമായി വരണമോ, സമൂഹത്തിൽ ഉന്നതിയിലേക്ക് എത്തണമോ, സാമ്പത്തികമായി ഉന്നതിയിലേക്ക് എത്തണമോ, റിലേഷൻഷിപ്പ് പരമായി ഉന്നതിയിലേക്ക് എത്തണമോ, ആദരിക്കപ്പെടണമോ, അതോ വെറും താഴേക്കടയിൽ ജീവിക്കണമോ, ഈ കാര്യങ്ങളൊക്കെ നിശ്ചയിക്കുന്നത് നമ്മുടെ മനസ്സാണ് എന്ന് മാത്രം മനസ്സിലാക്കുക. ഓക്കെ, ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, ഇതിനെ സങ്കീർണമായി കാണേണ്ടതില്ല. നമ്മുടെ മനസ്സ് തന്നെയാണ് നമ്മുടെ ശത്രുവും മിത്രവും എന്നും മാത്രം മനസ്സിലാക്കുക. ബാക്കി കാര്യങ്ങളൊക്കെ വഴിയെ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവും. മനസ്സിനെ മനസ്സിലാക്കിയാൽ, ആ മനസ്സിനെ നമ്മൾ മെരുക്കിയാൽ, ആ മനസ്സിനെ നമ്മൾ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ പഠിച്ചാൽ, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത്, നമ്മൾ എന്താണോ ആയിത്തീരാൻ ആഗ്രഹിക്കുന്നത്, നമുക്കെന്താണോ വേണ്ടത്, നമ്മൾക്ക് എന്ത് പ്രതിസന്ധിയാണോ തരണം ചെയ്യേണ്ടത്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ 100% ശക്തമായി വിശ്വസിച്ചോ നമ്മൾക്ക് നേടിയെടുക്കാൻ പറ്റും എന്നു മാത്രം വിശ്വസിക്കുക. ആ വിശ്വാസത്തിൽ നിന്നാണ് ഇനി നമ്മൾ തുടങ്ങുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, ഇത് എൻ്റെ അനുഭവമാണ്. എന്നെപ്പോലെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ ഈ ലോകത്ത് കാലങ്ങളായി, നൂറ്റാണ്ടുകളായി ഇത് പരീക്ഷിച്ച് വിജയിച്ചതാണ്. ഇതിൽ മാത്രം വിശ്വസിക്കുക. ഇതാണ് ഇനി ഞാൻ വിശദീകരിക്കാൻ പോകുന്ന യഥാർത്ഥ രഹസ്യം, സത്യം, ദ സീക്രട്ട് ഓഫ് അവർ ലൈഫ്. നമ്മൾ കേട്ടിട്ടില്ലേ, തദാസ്തു, ആമേൻ, ഇൻഷാ അല്ലാഹ്. എന്താ ഇതിൻ്റെ ഒക്കെ കോമണായ വളരെ ലളിതമായ ഒറ്റ ഉത്തരമേ ഉള്ളൂ. നീ എന്താണോ ചിന്തിക്കുന്നത്, നീ എന്താണോ ആഗ്രഹിക്കുന്നത്, അത് ആയിത്തീരുക, അതായിത്തീരും. തദാസ്തു, ആമേൻ, ഇൻഷാ അല്ലാഹ്. റൈറ്റ്? കേട്ടിട്ടുണ്ടാവുമല്ലോ, എല്ലാ ആളുകളും കേട്ടിട്ടുണ്ടാവുമല്ലോ. ഇതാണ് യഥാർത്ഥ സത്യം. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതേപോലെ ഭവിക്കട്ടെ, അതായിത്തീരട്ടെ. എന്ന് വെച്ചാൽ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമ്മളായിത്തീരും. നമ്മൾ എന്താണോ നിരന്തരമായി ചിന്തിക്കുന്നത്, നമ്മൾ എന്താണോ നിരന്തരമായി വിഷ്വൽ ചെയ്യുന്നത്, നമ്മൾ എന്താണോ നിരന്തരമായി ആകാൻ ആഗ്രഹിച്ച് കണ്ടുകൊണ്ട്, സംശയലേശമന്യേ, അത് വലിയൊരു വിഷയമാണ്, തുടർന്നുള്ള വീഡിയോയിൽ പറയാം. സംശയം കൂടാതെ ഞാനതായിത്തീരുമോ എന്നുള്ള സംശയലേശമന്യേ, സംശയങ്ങളൊന്നുമില്ലാതെ നമ്മൾ അത് വീണ്ടും വീണ്ടും ചിന്തിച്ചാൽ, ആഗ്രഹിച്ചാൽ, മനസ്സിൽ വിഷ്വലൈസ് ചെയ്താൽ നമ്മൾ അതായിത്തീരും. ഇതാണ് പരമമായ സത്യം, പരമമായ രഹസ്യം, ദ അൾട്ടിമേറ്റ് സീക്രട്ട്. ട്രസ്റ്റ് മീ. അങ്ങനെയാണെങ്കിൽ ലിസൺ, ഇനി പറയാൻ പോകുന്നതാണ് വളരെ പ്രധാനപ്പെട്ട പോയിന്റ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത്, നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത്, നിരന്തരമായി നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നത്, നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണോ അത് അതേപോലെ നമ്മൾ ആയിത്തീരുമെങ്കിൽ
നമ്മളുടെ ചിന്തകളെ വളരെ ബോധപൂർവമായി നമ്മൾ എന്താണോ ആയിത്തീരാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ആയിത്തീർന്നു ആ ആഗ്രഹം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണോ ആവുന്നത് അത് നമ്മൾ നിരന്തരമായി വിഷ്വലൈസ് ചെയ്ത് ഇമാജിൻ ചെയ്ത് ചിന്തിച്ചു കൊണ്ടിരുന്നാൽ ഈ സാധനം ആയിത്തീരില്ലേ? നമ്മൾ അങ്ങനെ ആയിത്തീരുമല്ലോ. നമ്മളുടെ ഇപ്പോൾ ഏതവസ്ഥയിലാണോ നമ്മൾ നിൽക്കുന്നത്, മോശാവസ്ഥയിലാണെങ്കിൽ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ. കഴിഞ്ഞ കാലങ്ങളിൽ ബോധപൂർവമോ അല്ലാതെയോ നമ്മളുടെ ജീവിതത്തിൻ്റെ ഫലഭാഗങ്ങൾ, നമ്മൾ ജനിച്ച് വീഴുന്ന സമയത്ത് നമ്മളുടെ മനസ്സ് ബ്ലാങ്കാണ് കേട്ടോ, ബ്ലാക്ക് ബോർഡാണ്, ഒന്നുമില്ല അതിൽ. നമ്മൾ ജനിച്ച് വീണതിന് ശേഷം നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് രക്ഷിതാക്കളിൽ നിന്നൊക്കെ നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന മെസ്സേജസ് പോസിറ്റീവായതും നെഗറ്റീവായതും. നെഗറ്റീവായ മെസ്സേജസ് ആണ് മാതാപിതാക്കളിൽ നിന്ന് മാത്രമല്ല, നമ്മളുടെ ചുറ്റുപാടുകളിൽ നിന്ന്, നമ്മുടെ സറൗണ്ടിങ്സ്, നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നെല്ലാം കിട്ടിയിട്ടുള്ളതെല്ലാം കൂടുതൽ നെഗറ്റീവായിരിക്കും അല്ലേ? ഉദാഹരണം പറഞ്ഞാൽ എപ്പോഴും നമ്മുടെയൊക്കെ ചിന്തകളിൽ അല്ലെങ്കിൽ നമുക്കൊക്കെ പറഞ്ഞു തന്നതിൽ സമ്പത്ത് സമ്പാദിക്കുന്നത് അല്ലെങ്കിൽ ധനസമ്പാദനം എന്തോ മോശം കാര്യങ്ങളാണ് എന്ന് നമ്മുടെ ഒക്കെ ചിന്തകളിൽ വളരെ ബോധപൂർവ്വം ആരൊക്കെ ഏൽപ്പിച്ചു വന്നിട്ടുണ്ട്. റൈറ്റ്? ബൈബിൾ ഒരു വാചകമുണ്ട്, ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതും, ശ്രദ്ധിച്ചു കേട്ടോണം, ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതും ഒട്ടകം സൂചിക്കുഴയിലൂടെ പ്രവേശിക്കുന്നതും ഒരുപോലെയാണ്. എന്ന് വെച്ചാൽ എന്താർത്ഥം? സൂചിക്കുഴയിലൂടെ ഒട്ടകം പ്രവേശിക്കാൻ കഴിയുമോ? ഇല്ല. ഒരു നൂല് പ്രവേശിക്കേണ്ട പ്രദേശമല്ലേ ഉള്ളൂ. അപ്പോൾ അത് അസാധ്യമായതുകൊണ്ട് തന്നെ അതേപോലെ അസാധ്യമായ ഒരു കാര്യമാണ് ധനവാനായിരുന്നാൽ, പണം സമ്പാദിച്ചാൽ, സമ്പന്നനായിരുന്നാൽ, ധനികനായിരുന്നാൽ, സമൃദ്ധിയിൽ ജീവിച്ചാൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല, അതെന്തോ മോശം കാര്യമാണ് എന്നുള്ള രീതിയിൽ ഞാനത് പെട്ടെന്ന് എനിക്ക് ഓർമ്മയിൽ വന്നൊരു കാര്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ശരിയല്ലേ? ഇതും യാഥാർത്ഥ്യവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? സമ്പത്തും സ്വർഗരാജ്യവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇത്തരത്തിൽ വീണ്ടും ഉണ്ട് കേട്ടോ. നമ്മുടെ സിനിമകളൊക്കെ ശ്രദ്ധിച്ചു നോക്കും. നമ്മളെയൊക്കെ സ്വാധീനിക്കുന്നത് വിഷ്വൽ മീഡിയാസ് അത്തരത്തിലുള്ള കാര്യങ്ങളാണല്ലോ. നമ്മൾ ചെറുപ്പം മുതലേ കാണുന്നത്, നമ്മളുടെ മതപ്രഭാഷണങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളൂ, അങ്ങനെയൊക്കെയാണല്ലോ. നമ്മൾ സിനിമകളിലൊക്കെ നായകൻ എപ്പോഴും ധനവാനായിരിക്കും, നായകൻ എപ്പോഴും ദരിദ്രനായിരിക്കും, നന്മ നിറഞ്ഞവനായിരിക്കും, എന്താ പറയുക, നന്മമരം എന്നൊക്കെ നമ്മൾ പറയില്ലേ എന്ന് പറഞ്ഞതുപോലെ ആയിരിക്കും. വില്ലന്മാരെപ്പോഴും ധനികന്മാരായിരിക്കും. അതിലൂടെ നൽകുന്ന മിക്ക സിനിമകളിലും അങ്ങനെയാണല്ലോ. വളരെ ചുരുക്കം സിനിമകൾ ഒഴിച്ച് ബാക്കിയെല്ലാം അങ്ങനെയാണ്. അതിലൂടെ നൽകുന്നൊരു മെസ്സേജ് എന്താ? പണം ഉള്ളവൻ മോശക്കാരനാണ്, തെറ്റുകാരനാണ്. ഞാൻ പറഞ്ഞു വന്നത് വിശദാംശങ്ങളിലേക്ക് തുടർന്നുള്ള വീഡിയോസിൽ നമ്മൾ പോയി. ഇതെല്ലാം നമ്മൾ തിരുത്തിയെടുക്കും, ഉറപ്പാണ്. ഇതെൻ്റെ വാക്കാണ്. ഇതൊന്നുമല്ല സത്യം. പറഞ്ഞു കേട്ടിട്ടില്ലേ ചില ആളുകൾ, ഇന്നധികം ചിരിക്കണ്ട, നാളെ കരയേണ്ടി വരും. കേട്ടിട്ടുണ്ടോ? എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾ എത്ര ആളുകൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇന്നധികം ചിരിക്കണ്ട, നാളെ കരയേണ്ടി വരും. ഈ ജീവിതം നമുക്ക് തന്ന് നമ്മുടെ ആത്മാവ് പുതിയൊരു ശരീരം എടുത്ത് ശരീരത്തിലേക്ക് പ്രവേശിച്ച് ഈ ഭൂമിയിലേക്ക് വരുന്നത്, ഈ ഭൂമിയിൽ ദൈവം നമുക്കായി സൃഷ്ടിച്ചിട്ടുള്ള എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ച് സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, ചിരിക്കാൻ വേണ്ടിയിട്ടാണ്. ശരിയല്ലേ? ഒരു ആളുകൾക്ക് മാത്രമേ സന്തോഷിക്കാൻ പാടുള്ളൂ, ചിരിക്കാൻ പാടുള്ളൂ എന്നുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. വെറുതെ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചാണ്. മനസ്സിലായോ? അത് നമ്മൾ ചില ചോദ്യങ്ങൾ നമ്മളുടെ ആത്മീയ ആചാര്യന്മാരോട്, ഗുരുക്കന്മാരോട് ചോദിക്കുമ്പോൾ അവർക്കതിന് യഥാർത്ഥത്തിൽ ഉത്തരമില്ലാതെ വരുമ്പോൾ അവർ നമ്മളെ മിസ്ലീഡ് ചെയ്യാൻ വേണ്ടി പറയുന്ന പല വാക്കുകളായിരുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. ഇന്ന് അധികം ചിരിക്കുന്നവരെ നോക്കി നമ്മൾ ചോദിക്കും, അതെന്താ അങ്ങനെ? അവർക്ക് നല്ല സന്തോഷത്തിലാണ്, ചിരിയാണല്ലോ. അപ്പോൾ പറയും, അതൊന്നും അധികം കാലം നീണ്ടു നിൽക്കില്ല. പൊട്ടത്തരല്ലായിരുന്നോ? ചിന്തിച്ചു നോക്ക്. അങ്ങനെയൊന്നുമല്ല. അത് അവർക്ക് ഉത്തരം മുട്ടുമ്പോൾ
നമ്മളെ പറഞ്ഞു പറ്റിച്ചിരുന്ന ചില കാര്യങ്ങളാണ് എന്ന് മാത്രം മനസ്സിലാക്കുക. വിശദാംശങ്ങളിലേക്ക് ആരുടെയൊക്കെ വികാരങ്ങൾ പറയപ്പെട്ടാൽ നമ്മൾ തുടർന്ന് പോകുന്നതായിരിക്കും. ഇപ്പോൾ ഇത് മാത്രം മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ ലോകത്ത് വന്നത് എല്ലാവിധ സുഖ സൗകര്യങ്ങളും ആസ്വദിച്ച് അനുഭവിച്ച് സന്തോഷിക്കാനാണ്. നമ്മുടെ ആത്മാവിൻ്റെ യഥാർത്ഥ സത്വമെന്ന് പറയുന്നത് സന്തോഷമാണ്. ശാന്തിയും സമാധാനവും സന്തോഷവും. അത് രൂപകൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതല്ല. നിൽക്കട്ടെ, അത് വിശദമായ ചർച്ചകളിലേക്കും ഒക്കെ പോകേണ്ടതായതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരത്തിൽ നമ്മളുടെ മനസ്സും നമ്മളുടെ മനസ്സിലുണ്ടാകുന്ന ചിന്തകളും നമ്മളുടെ ആ ചിന്തകളിൽ നിന്ന് ഉരുത്തിരിയുന്ന പ്രവൃത്തികളുമാണ് നമ്മുടെ ശാന്തിയും സമാധാനവും നമ്മുടെ ജീവിത വിജയവും നിശ്ചയിക്കുന്നതെങ്കിൽ എന്തുകൊണ്ട് നമ്മൾക്ക് വളരെ ബോധപൂർവം നമ്മളുടെ ചിന്തകളെ ഒരേ ദിശയിലേക്ക്, നമ്മൾക്ക് ആവശ്യമുള്ള ദിശയിലേക്ക് വഴിതിരിച്ചുവിട്ട് എന്തുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ വിജയം കണ്ടെത്തിക്കൂടാ എന്നുള്ളതാണ്. വളരെ നിസ്സാരമാണ്. ഞാൻ അനുഭവിച്ചതാണ്, ഞാൻ ചെയ്തതാണ്, അനുഭവസ്ഥനാണ്, ഒരു സംശയവും വേണ്ടതില്ല. ചെറിയ 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 ടെക്നിക്കുകളിലൂടെ, വീണ്ടും ഞാൻ പറയുന്നു, ഏതോ ഒരു സിനിമയിൽ പറഞ്ഞതുപോലെ ജാവ സിമ്പിളാണ് പക്ഷെ പവർഫുൾ ആണെന്ന് പറഞ്ഞതുപോലെ, വളരെ സിമ്പിളായ, നമ്മളുടെ മനസ്സിനെ വരുതിയിൽ നിർത്താൻ പറ്റുന്ന വളരെ സിമ്പിളായ ചെറിയ ചെറിയ ടെക്നിക്കിലൂടെ ചില കാര്യങ്ങൾ കൂടി, അത് പൂർണ്ണമായി നമുക്ക് വീഡിയോകളിൽ പറയുന്നതല്ല, ഈ ടെക്നിക്കുകൾ പൂർണ്ണമായി നേരിട്ട് മനസ്സിലാക്കി അത് പ്രാവർത്തികമാക്കുന്ന ടെക്നിക്കുകൾ കരസ്ഥമാക്കുന്നതിന് വേണ്ടിയിട്ടും ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് പല വിധത്തിലുമുള്ള ആളുകൾ പല പ്രശ്നങ്ങളുമാലും വലയുന്ന ആളുകൾ നേരിട്ട് കൺസൾട്ടേഷന് നമ്മുടെയൊക്കെ സെൻറ്ററിൽ വരാറ്, എന്നെയൊക്കെ കാണാൻ വേണ്ടി വരാറ്. പക്ഷെ എന്നാലും ഞാൻ പറയുകയാണ്, ചില ചെറിയ ചെറിയ ടെക്നിക്കുകളിലൂടെ നമുക്ക് ഈ പറയുന്ന വിഷയങ്ങളെയൊക്കെ പൂർണ്ണമായും നമ്മളുടെ മനഃശക്തി ഉപയോഗിച്ച് വളരെ ചെറുതാണ്, എഗെയിൻ വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, വളരെ ചെറിയ ടെക്നിക്കുകളിലൂടെ നമ്മൾക്ക് ഈ വിഷയങ്ങൾ, ഈ മനസ്സിനെ ഈ പറയുന്നത് പോലെ പോസിറ്റീവാക്കി മാറ്റി, നമ്മളുടെ ചിന്തകളെ പോസിറ്റീവാക്കി മാറ്റി, നമ്മളുടെ ചിന്തകളെ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ ജീവിതത്തിൽ എന്താണോ ആഗ്രഹിക്കുന്നത് മാത്രമല്ല, ഇപ്പം നമ്മൾ ഏതവസ്ഥയിലാണോ നിൽക്കുന്നത്, ഏത് ദുഃഖത്തിലാണോ നിൽക്കുന്നത്, ഏത് ദുരിതത്തിലാണോ നിൽക്കുന്നത്, ഏത് കഷ്ടപ്പാടിലാണോ നിൽക്കുന്നത്, എന്താണോ നമ്മൾ അനുഭവിക്കുന്നത്, അതല്ല ഇനി ഇപ്പം നല്ല രീതിയിലാണ് പോകുന്നത്, എന്നാൽ ഇത് പോരാ, കുറച്ചുകൂടി മെച്ചപ്പെടുത്തണം എന്നാഗ്രഹിക്കുന്ന ആളുകൾക്കുമൊക്കെ ഞാൻ വാക്ക് തരുന്നു, ഇത് എൻ്റെ ജീവിത അനുഭവമാണ്, ഞാൻ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരാം. ഇനി ആ ടെക്നിക്കുകൾ എന്താണ് എന്നുള്ളതാണ് നമ്മൾ തുടർന്ന് വരുന്ന വീഡിയോകളിലൂടെ പറയാൻ വേണ്ടി പോകുന്നത്. കഴിഞ്ഞ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് യൂസർ മാനുവൽ എന്താണെന്നുള്ളതാണ്. ആ യൂസർ മാനുവൽ ഞാൻ പറയുന്നു, നമ്മുടെ മനഃശക്തി ഉപയോഗിച്ച് നമ്മളുടെ ജീവിതത്തെ, നമ്മുടെ ചിന്തകളെ വഴിതിരിച്ചുവിട്ട് നമ്മൾ ഇത് ജീവിത വിജയം നേടുന്നതിനെ പറ്റിയായിരുന്നു. അതിനുള്ള ടെക്നിക്കുകളാണ് അടുത്ത വീഡിയോകളിൽ നമ്മൾ വിശദീകരിക്കാൻ പോകുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമാണ്, ഇത് നടപ്പിൽ വരുത്താൻ പറ്റുന്നതാണ് എന്ന് വിശ്വസിക്കാൻ പറ്റുന്ന ആളുകൾ മാത്രം. ഞാൻ വീണ്ടും പറയുന്നത്, എല്ലാവർക്കും പറ്റണമെന്നില്ല, എല്ലാവർക്കും പറ്റും, ഇത് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള സമയം, പ്രപഞ്ചശക്തി, യൂണിവേഴ്സൽ എനർജി അല്ലെങ്കിൽ ദൈവം, എന്തും വിളിക്കാം, നിശ്ചയിച്ചിട്ടുള്ള ആളുകളിലേക്ക് ഇത് എത്തുള്ളൂ, അവരിലേക്ക് ഈ കാര്യങ്ങൾ എത്തുള്ളൂ, അവരെ ഇത് ഫോളോ ചെയ്യുള്ളൂ. അങ്ങനെയുള്ള ആളുകൾ ഇത് കേൾക്കുന്നുണ്ട് എങ്കിൽ, ഇത് ഉപകാരപ്പെടുമെന്ന് വിശ്വാസം തോന്നുന്നുണ്ട് എങ്കിൽ ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ ബാക്കി ആളുകളിലേക്കും എത്തിച്ചു കൊടുക്കുക. വീണ്ടും ഇതിൻ്റെ ടെക്നിക്കുകളുമായി അടുത്ത വീഡിയോയിൽ നമ്മൾ കാണും വരെ നന്ദി, നമസ്കാരം.